ഹായ് ഗൈസ്, വെൽക്കം ടു അക്ഷിത വ്ലോഗ്. അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാനെന്തായാലും നാട്ടിൽ പോയി എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നാട്ടിൽ പോയിട്ട് തിരിച്ച് സൗദിയിൽ വന്നു, ജോലിക്ക് കയറി കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നതൊക്കെ നാട്ടിലുണ്ടായിരുന്നപ്പോഴത്തെ വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാനെൻ്റെ അമ്മ വീട്ടിലേക്ക് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനും മാളും കൂടിയാണ് പോയത്. ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടനും മാളുട്ടിയും കൂടി പോകാമെന്നായിരുന്നു. പിന്നെ അത് പറ്റിയില്ല. അങ്ങനെ ഞങ്ങളൊരു ഏപ്രിൽ 3-ാം തീയതി ആണ് എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുന്നത്. അമ്മ വീട് തൃശ്ശൂർ മുതുവറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് എറണാകുളത്ത് എത്തിയപ്പോഴാണ് ഒരു ഇൻട്രോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറയണത്. അപ്പോൾ എന്നോട് അവൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ കസിൻ കണ്ണൻ, അമ്മയുടെ അനിയത്തിയുടെ മോനാണ്, അവനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ. കാരണം മാമന്മാരേനെ മക്കൾക്ക് എന്നും ഇഷ്ടമാണല്ലോ. അങ്ങനെ ബസ്സിൽ പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. എന്നിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. വെക്കേഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് കുറച്ച് ദിവസം ഭയങ്കര സാഡൊക്കെയാണ്. നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ അവളെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സമയദോഷം ആണോ എന്താണെന്നറിയില്ല. ഇപ്പോൾ സൗദിയിൽ വിസിറ്റിംഗ് കളിക്കുന്നില്ല. അതുതന്നെ വെക്കേഷൻ കഴിഞ്ഞാലെങ്കിലും ഒരു 2 ദിവസം അവളെ കൊണ്ടുവരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളും എനിക്ക് വേണ്ടി അതൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കുഞ്ഞിന് ഭയങ്കര വിഷമമാണ്. 1 മാസം അവളുടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. എനിക്കറിയില്ല, അവൾ വലുതാവും തോറും അവൾക്ക് എന്നോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുന്നതാണോ അതോ അവൾക്ക് അമ്മ വേണം എന്ന് തോന്നുന്നതാണോ എന്നറിയില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലം വാങ്ങിയെന്ന്. അപ്പോൾ ആ സ്ഥലം വാങ്ങിയതിന് ലോണുണ്ട്. എല്ലാവരുടെയും വിചാരം നമ്മളെ കയ്യിൽ നിറച്ചും പൈസ ഉണ്ടായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. അങ്ങനെയൊന്നുമില്ല. ലോണും കടവും ബാധ്യതയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അല്ലാതെ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നൊന്നുമില്ല. എൻ്റെ ചാനൽ അത്രയ്ക്ക് വലിയ ചാനലായില്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലും അറിയാം, സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. ഞാനൊരിക്കലും ഒരു വീഡിയോ ഇട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറയാറുമില്ല. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവും. പിന്നെ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നില്ല. എൻ്റെ ഒരു ഇഷ്ടം, അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത്രയും ഡിലേ ഉണ്ട്. ഏപ്രിൽ 4-ാം തീയതി തൊട്ടുള്ള വീഡിയോ ആണ് ഇനി കണ്ടിന്യൂസ് വരാൻ പോകുന്നത് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാ വഴിയിൽ പോകുന്ന ബസ് യാത്ര ജസ്റ്റ് ഞങ്ങൾ എടുത്തുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇത് സത്യം പറഞ്ഞാൽ കുതിരാൻ പോകുന്ന ആ വഴിയാണ്. അത് ഇടയിൽ പെട്ടതാണ്, എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കേട്ടോ. പച്ചപ്പും ഹരിതാപവും ഒക്കെ. ഇത് മറ്റേ കുതിരാങ്കയറ്റത്തിൻ്റെ അവിടെ നിന്ന് പോകുമ്പോഴുള്ളൊരു പള്ളിയാണ്. സത്യം പറഞ്ഞാൽ ബസ്സല്ല കേട്ടോ, അത് ഓട്ടോറിക്ഷയാണ്. ഞങ്ങൾ പാലക്കാട് പോയത് ഓട്ടോറിക്ഷയ്ക്കായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. പാലക്കാട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ. കുറച്ചും കാടും കുന്നും മലയും വയലും. അങ്ങനെ എനിക്കിഷ്ടമാണ് പാലക്കാട് പോകാനായിട്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് എന്നും അവിടെ എന്തെങ്കിലുമൊക്കെ റോഡ് പണി കാര്യങ്ങളൊക്കെ എന്നും എന്തെങ്കിലും പണികളായിരിക്കും. അങ്ങനെ ഇത് മുതുവരെ അമ്മ വീട് എത്തിക്കഴിഞ്ഞപ്പം അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മൾ ചാമ്പയ്ക്ക പറിച്ചുകൊണ്ട് വന്നിട്ട് ചാമ്പയ്ക്ക ഇരുന്ന് തിന്നെയാണ്. അപ്പോൾ പറയുന്നുണ്ട് മാളു, നമ്മൾ ആദ്യമായിട്ടാണ് അമ്മ ഇത്രയും ചാമ്പയ്ക്കൊക്കെ കഴിക്കണേ. പിന്നെ അവളുടെ ഓരോ കോപ്രായത്തങ്ങളാണ് കേട്ടോ. എനിക്കതൊന്നും കട്ട് ചെയ്യാൻ തോന്നിയില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ചാമ്പയ്ക്കാണ്. ഇത് അവരെ ഫുൾ മഴ ചാമ്പയ്ക്കാണ്. ഇത് അമ്മയിരുന്ന് അവിടെ തിന്നുന്നത്. പിന്നെ കാണിക്കുന്നില്ല ഞാൻ. ഇത്രയും ചാമ്പയ്ക്ക് ഇന്ന് നമ്മൾ അച്ചാറിടാനോ ഉപ്പിലിടാനോ എന്ത് വേണേലും ചെയ്യാം. നേരെ ചാമ്പയ്ക്ക് എടുത്തിട്ടോ. പിറ്റേ ദിവസം മാളും എൻ്റെ അനിയന്മാരുമായിട്ട് അവൾ
അവിടെ പുതിയതായിട്ട് അതായത് കുഴക്കലുള്ള ഹലോ എക്സ്ട്രയിൽ പോയതാണ് കേട്ടോ. ഇന്ന് എന്തോ ഒരു പരിപാടി ഉണ്ട്. ഹായ്. എടുത്തോ എന്നേലും എടുത്തോ മറ്റേത് മാറിപ്പോക്കെ ഇത് നമ്മുടെ ശോഭാ സിറ്റിയുടെ ബാക്ക് സൈഡാണ്. ഇത് ഞാൻ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അവിടെ പാടത്ത് പോയതാണ് പിറ്റത്തെ ദിവസം കസിൻസിൻ്റെ കൂടെ. നോക്ക് നോക്ക് നോക്കിയേ ഇവിടെ നിന്ന് അവർക്ക് നിറച്ച് ഞാവൽപ്പഴം കിട്ടിയായിരുന്നു കേട്ടോ. ഞാവൽ മരങ്ങളാണ് മുഴുവൻ. ഇന്നലത്തെ ബാക്കിയുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ കസിൻസ്. ഇല്ല, എൻ്റെ അനിയത്തി മാത്രമാണ് കേട്ടോ മിസ്സിങ്. ബാക്കി ഞങ്ങൾ 5 പേരും ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.